ഹലോ, അതിരപ്പള്ളി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതാ. കുറച്ച് ലേറ്റായി. കാര്യങ്ങളിപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഡെലിവറിയുടെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ. അങ്ങനെ ഞങ്ങളിതേ വെള്ളച്ചാട്ടം കണ്ടിട്ട് വെച്ച് പിടിച്ചങ്ങ് നടക്കുവാണ്. കുറച്ച് നടന്നപ്പോൾ തന്നെ ഞാൻ ടയേർഡായി. ഞാൻ മാത്രമല്ല, വിഷ്ണുവും ടയേർഡായി. അങ്ങനെ ഡെലൂട്ടിനാണെങ്കിൽ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെയൊക്കെ കൈകൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. കാര്യം അവൾക്ക് നടക്കണ്ടല്ലോ. അവളാണെങ്കിൽ ഇലകൾ അനങ്ങുന്ന ആൾക്കാരെയൊക്കെ കണ്ട് നോക്കി നല്ല എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ഗൈസ്, വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് വെള്ളമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ശരിക്കും അങ്ങ് ഇറങ്ങിപ്പോയി. മഴക്കാലമായതുകൊണ്ട് വെള്ളം ഉണ്ടാവും. എന്നാൽ പിന്നെ ഒന്ന് കുളിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ നല്ല വെയിൽ കാരണം അവിടെ നിൽക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് ഞാനും അമ്മയും ഒരു സൈഡിൽ ഇരുന്നപ്പോഴാണ് അവിടെ കൂടെ ഒരു പാമ്പ്. അത് എന്ത് ടൈപ്പ് പാമ്പാണെന്ന് അറിയുമ്പോൾ എല്ലാവരും അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ വെയിലത്ത് നിന്ന് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ചു പോരാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ കാർ ഇതവിടെ മൂലയിൽ കൊണ്ട് പാർക്ക് ചെയ്തേക്കുവാണ്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാനൊന്നും നിന്നില്ല. ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകാമെന്നും പറഞ്ഞിറങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് റംബൂട്ടാൻ വിൽക്കണതുണ്ട്. എനിക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റംബൂട്ടാനൊക്കെ മേടിച്ച് കാറിലിരുന്ന് തന്നെ കഴിച്ചപ്പോൾ നല്ല മഴ. എന്നാൽ പിന്നെ ഒരു ചായ ഒരു ബോണ്ടയും കഴിച്ചാലാന്ന് വിചാരിച്ച് വണ്ടി നിർത്തി അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ ബീച്ചിലെത്തി. കുറച്ച് ലേറ്റായി. അങ്ങനെ ഞാനും വിഷ്ണുവും കൂടെ കാലൊക്കെ ഒന്ന് നനച്ച് വന്നപ്പോഴത്തേക്കും ഫീസിലടിച്ച് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബൂഫിയോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഡിന്നർ കഴിക്കാൻ എത്തിയത്. അവിടെ നല്ല അൽഫാം ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, സീ യു.